വളരെ രൂക്ഷമായ ഒരു സ്ഥിതിയിലേക്ക് ഇറാൻ ഖത്തറിൽ നടത്തിയ ഈ ആക്രമണം പോകുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇറാൻ ഖത്തറിനെ ലക്ഷ്യം വെച്ച് അയച്ച മിസൈലുകൾ അത് ഇന്റർസെപ്റ്റ് ചെയ്ത് തകർത്തിട്ടുണ്ട്. ഖത്തർ ഫോഴ്സ് തന്നെയാണ്, ഖത്തറിൻ്റെ സേന തന്നെയാണ് ഇതിനെ ആകാശത്ത് വെച്ച് തന്നെ തകർത്തിരിക്കുന്നത്. അമേരിക്കൻ നിർമ്മിത PAC-3 MSE എന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് ഖത്തർ തങ്ങൾക്കെതിരെ വന്ന ഈ ആക്രമണത്തെ ചെറുത്തത്. അതായത് അമേരിക്കൻ എയർബേസ് ആണെങ്കിലും ആ എയർബേസ് നിലനിൽക്കുന്നത് ഖത്തറിലാണ്, അവരുടെ പരമാധികാരത്തിനുള്ളിലാണ്. അങ്ങോട്ടേക്കുള്ള ഏതൊരു ആക്രമണവും ചെറുക്കുക എന്നത് ഖത്തർ സേനയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഖത്തർ നിർവഹിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. ഈ അടുത്ത കാലത്താണ് എയർ ഡിഫൻസിൽ ഖത്തർ ചില അപ്ഡേഷൻസ് വരുത്തിയത്. അത് വിജയം കണ്ടിരിക്കുന്നു എന്നാണ് ഖത്തറിൻ്റെ ആർമിയൊക്കെ തന്നെ നൽകുന്ന പ്രതികരണങ്ങൾ. ഒപ്പം ഈ ഇറാൻ ഖത്തറിനെതിരെ നടത്തിയിരിക്കുന്ന ഈ ആക്രമണം അത് മേഖലയെ എത്രത്തോളം സംഘർഷഭരിതമാക്കുമെന്നത് വലിയ ചോദ്യമാണ്. കാരണം അത്രയേറെ ആശങ്ക നിറയ്ക്കുന്ന ഇടപെടലാണ് ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ നമുക്കറിയാം, ഈ പ്രശ്നങ്ങളുടെ തുടക്കം ഇസ്രായേലാണ് ആദ്യമായി ഇറാനെ ആക്രമിക്കുന്നത്. അതിന് ഇസ്രായേൽ കാരണമായി പറഞ്ഞത് ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നു, ആണവായുധം ഉണ്ടാക്കുന്നതിലേക്ക് അവർ അതിവേഗം എത്തുന്നു. ചില പ്രോക്സികൾ ഉപയോഗിച്ച് ഹമാസും ഹുത്തി അല്ലെങ്കിൽ ഹിസ്ബുള്ള അടക്കമുള്ള പ്രോക്സി സംഘടനകളെ ഉപയോഗിച്ച് ഇസ്രായേലിൻ്റെ സമാധാനം തകർക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാനാണ് എന്നത് പരസ്യമായ രഹസ്യവുമാണ്. ഇറാൻ്റെ സേനയുടെ പ്രത്യേക ഉദ്യോഗസ്ഥർ ഈ ഹമാസ് അടക്കമുള്ള ആളുകളുമായി ലിങ്ക് ചെയ്ത് പ്രവർത്തിക്കുക വരെയുണ്ട്. അതും ലോകത്തിന് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആണവായുധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം നടത്തുന്നത്. ആദ്യ അടി, അതായത് നേരിട്ടുള്ള, ഇറാൻ ഇതുവരെ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിച്ചിരുന്നില്ല, പകരം ഇത്തരം സംഘടനകൾ വഴിയായിരുന്നു ഇസ്രായേലിനെ അവർ അസ്വസ്ഥപ്പെടുത്തിയിരുന്നെങ്കിൽ ഇസ്രായേലിൻ്റെ ആക്രമണം നേരിട്ടുള്ള ആക്രമണമായി മാറുന്നു. അതിൽ ശക്തമായ വിയോജിപ്പ് പല രാജ്യങ്ങളും രേഖപ്പെടുത്തുന്നു. പക്ഷേ ഇസ്രായേൽ തങ്ങളുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറായില്ല. സ്വാഭാവികമായും ഇറാനെ ആക്രമിക്കുമ്പോൾ ഇറാൻ്റെ തിരിച്ചടി നമുക്കറിയാം. ഏറ്റവും കൂടുതൽ മിസൈൽ കരുത്തുള്ള രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഇറാൻ എന്ന് പ്രത്യേകം എടുത്തു പറയണം. ആ കരുത്ത് തന്നെയാണ് അവർ ഇസ്രായേലിനെതിരെ പ്രയോഗിച്ചത്. അങ്ങനെ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം അത് രൂക്ഷമായി തുടരുന്നു. ഇറാനിൽ 800-ലേറെ പേരുടെ മരണം സംഭവിക്കുന്നു. ഇസ്രായേലിലും മരണങ്ങളുണ്ട്. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ കെട്ടിടങ്ങൾക്ക് സംഭവിക്കുന്നു. ഇറാനിൽ ഞാൻ നേരത്തെ ഇസ്രായേൽ പങ്കുവച്ച ആ വിവരം തന്നെ എടുക്കാം. ഇന്ന് ഉച്ചയോടുകൂടി ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളാണ്. അതായത് മാപ്പിൽ അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: മഷാദ്, ഷാഹിദ് ബക്തീരി, ജസ്ഫുൽ, ഹമേദാൻ, ടെഹ്റാൻ, മെഹ്റാബാദ്, ടാബ്രിസ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട 1, 2, 3, 4, 5, 6 വ്യോമ കേന്ദ്രങ്ങൾ, ഇറാന്റെ ഏറ്റവും ശക്തമായ 6 വ്യോമ കേന്ദ്രങ്ങൾ. ഇപ്പോൾ ഇറാനിയൻ അറ്റാക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ US-മായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അവിടുത്തെ മിലിറ്ററി ഒഫീഷ്യൽ അറിയിക്കുന്നതനുസരിച്ചാണെങ്കിൽ ഇറാനിലെ ഈ പറഞ്ഞ ഖത്തറിലെ ഈ പറയുന്ന വ്യോമ കേന്ദ്രമല്ലാതെ എവിടെങ്ങളിലും ഏതെങ്കിലും തരത്തിലുള്ള അറ്റാക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് റോയിറ്റേഴ്സ് ഇപ്പോൾ അറിയിക്കുന്നത്. ഒപ്പം തന്നെ സൗദിയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ അപലപിച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജ് കൂടി വരുന്നുണ്ട്. കാരണം ഈ അതിർത്തി കടന്നുള്ള ഈ ആക്രമണത്തെ അതിശക്തമായി അപലപിക്കുന്നു എന്നാണ് സൗദി അറേബ്യ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.